Hi all, welcome to XandY Mission Olympiads. Olympiads പോലെയുള്ള ഹയർ ലെവൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആണ്. അപ്പോൾ പരമാവധി കാണാൻ ശ്രമിക്കുക. അതേപോലെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നോട്ട് ചെയ്തുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നമ്മൾ ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജി പാർട്ടിലുള്ള അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ട്ലി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is a sex-linked genetic disorder characterized by a lack of blood clotting? എന്നുവെച്ചാൽ ഒരു സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ജനറ്റിക് ഡിസോർഡർ. സെക്സ് ലിങ്ക്ഡ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് സെക്സ് ക്രോമസോംസ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാ സെക്സ് ക്രോമസോംസ്? ഒന്നുകിൽ XX ആയിരിക്കും ഫീമെയിലില്, XY ആയിരിക്കും മെയിലില് അല്ലെ? ആ എക്സും വൈയും ആണ് എന്ത് സെക്സ് ക്രോമസോംസ് എന്ന് പറയുന്നത്. വെച്ചാൽ ഹ്യൂമൻസിൽ ടോട്ടൽ എത്ര ക്രോമസോംസ് ഉണ്ടാവുക? ക്രോമസോം നമ്പർ 46 അല്ലെങ്കിൽ 23 പെയർ ആണ് അല്ലെ? അതിൽ ഒരു പെയർ എന്ന് വെച്ചാൽ 2 ക്രോമസോമുകളാണ് എന്ത്? സെക്സ് ക്രോമസോംസ്. ആ സെക്സ് ക്രോമസോമിലുള്ള എന്തെങ്കിലും ഡിഫക്റ്റ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്കാണ് നമ്മൾ എന്ത് വിളിക്കുക? സെക്സ് ലിങ്ക്ഡ് ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയാം. മനസ്സിലായോ? എന്ന് വെച്ചാൽ അത് ആ ഡിസോർഡർ ഏത് ക്രോമസോമിലുള്ള ഡിഫക്റ്റ് കാരണമാണ്? ഈ പറഞ്ഞ സെക്സ് ക്രോമസോമിലുള്ള ഡിഫക്റ്റ് കാരണമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത്. മനസ്സിലായോ? അപ്പൊ എന്നാൽ ഈ 2 ക്രോമസോമുകളിലല്ലാതെ ബാക്കി 44 ക്രോമസോമുകളിൽ എവിടെയെങ്കിലും ആണ് ഡിഫക്റ്റ് എങ്കിൽ നമ്മൾ അതിന് എന്താ വിളിക്കുക? ഓട്ടോസോമൽ എന്നാണ് വിളിക്കുക അല്ലെ? ഇത് സെക്സ് ലിങ്ക്ഡ് ആണ്, ഇത് ഓട്ടോസോമൽ സെക്സ് ലിങ്ക്ഡ് അല്ലാത്തതാണ്. അപ്പോൾ ആ രൂപത്തിലാണ് നമ്മൾ സെക്സ് ലിങ്ക്ഡ് എന്ന് പറയാം. അപ്പം അത് ഇൻ കേസ് വൈ ക്രോമസോമിലാണെന്നുണ്ടെങ്കിൽ അത് ബോയ്സിലൂടെ മാത്രമേ പകരുള്ളൂ. കാരണം വൈ ക്രോമസോം ഗേൾസിലില്ലല്ലോ അല്ലെ? എക്സ് ലിങ്ക്ഡ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ബോയ്സിലും ഗേൾസിലും ഒക്കെ കാണും. അത് തന്നെ ഡോമിനന്റ്, റെസസീവ്, അങ്ങനെ പല രൂപത്തിലുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ തൽക്കാലം ഇത് സെക്സ് ലിങ്ക്ഡ് ആണ് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതിന്റെ കൂടെ തന്നെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലൂവും കൂടി ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണത്? ക്യാരക്ടറൈസ്ഡ് ബൈ ലാക്ക് ഓഫ് ബ്ലഡ് ക്ലോട്ടിങ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ കുറവാണ് അത് കാരണം ഉണ്ടാവുക. അപ്പൊ തന്നെ നമുക്ക് ആൻസർ എത്തൂലേ? സെക്സ് ലിങ്ക്ഡ് ആണോ എന്ന് അറിയില്ലെങ്കിൽ പോലും നമുക്ക് ആൻസർ പെട്ടെന്ന് പറയാൻ പറ്റും. ഹീമോഫീലിയ, ഡൗൺ സിൻഡ്രോം, അതുപോലെ തന്നെ സിസ്റ്റിക് ഫൈബ്രോസിസ്, ഹണ്ടിങ്ടൺ ഡിസീസ്. ഏതാണ് ബ്ലഡ് ക്ലോട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന സെക്സ് ലിങ്ക്ഡ് ജനറ്റിക് ഡിസോർഡർ? നമുക്കറിയാം, ഓപ്ഷൻ എ ഹീമോഫീലിയ ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലെ? ഹീമോഫീലിയ ആണ് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ ബാധിക്കുന്ന രൂപത്തിലുള്ള സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഡിസീസ് എന്ന് പറയുന്നത്. വിച്ച് പ്രോസസ് റിലീസ് എനർജി ഫ്രം ഗ്ലൂക്കോസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ? ഓക്സിജന്റെ പ്രസൻസിൽ അല്ലാതെ നമുക്കറിയാം നമുക്ക് റെസ്പിറേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ അതെന്ത് ചെയ്യും? എയറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ അത് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അനഎറോബിക് റെസ്പിറേഷന്റെ ഒരു ഫോം ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ഓക്സിജന്റെ പ്രസൻസിൽ അല്ലാത്തത്. അതേതായിരിക്കും? ഫോട്ടോസിന്തസിസ് ആണോ? അല്ല. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ ഫുഡ് പ്രൊഡക്ഷൻ ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസിങ് ഓഫ് ഫുഡ് ആണ് അവിടെ സംഭവിക്കുന്നത്. അവിടെ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് സിന്തസൈസ് ചെയ്യപ്പെടുകയാണ്. റെസ്പിറേഷൻ, ഫെർമെന്റേഷൻ, ട്രാൻസ്പിറേഷൻ. ഏതാണ്? നമുക്കറിയാം ഫെർമെന്റേഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരം പ്രധാനപ്പെട്ട ഏരിയാസ് ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ഷോർട്ട് വീഡിയോ സീരീസ് നമുക്ക് തുടരണം. നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? കൂടുതലായിട്ട് അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.